എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായി ഈ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ എല്ലാവരും ചോദിച്ചു തുടങ്ങി എന്താ വീഡിയോ ഇല്ലാത്തതെന്ന്. കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ 2 ചാനലുള്ളതുകൊണ്ട് എല്ലാത്തിലും ഇങ്ങോട്ട് ഓടി എത്താൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നല്ല സിമ്പിളായിട്ടുള്ള ഒരു ചോക്ലേറ്റ് കപ്പ് കേക്ക് അല്ല, ഒരു ഗ്ലാസ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഗോതമ്പ് പൊടി വെച്ചിട്ട് ആവിയിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു കേക്കാണ്. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു വാനില ഗ്ലാസ് കേക്കിൻ്റെ റെസിപ്പി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ കാണണം കേട്ടോ. അതുപോലെ അതും എല്ലാം ട്രൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം. ആദ്യം ഞാൻ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ആവറേജ് വലുപ്പമുള്ള ഗ്ലാസ്സിലെടുത്താലും മതി. ഇതൊരു 250 ml കപ്പാണ് കേട്ടോ. അപ്പോൾ ഗ്ലാസ് ആയാലും മതി കേട്ടോ. ആ ഗ്ലാസ്സിൽ തന്നെ എല്ലാ അളവും എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ഇതിലിട്ടിട്ടുള്ളത്. അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് പിന്നെ നമുക്ക് അതിലേക്ക് പഞ്ചസാര ചേർക്കണം. അപ്പോൾ ഒരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഇടുന്നത്. അപ്പോൾ ഒരു 1/2 കപ്പ് എടുത്തിട്ട് പൊടിച്ചാൽ മതി. അപ്പോൾ പൊടിഞ്ഞ് വരുമ്പോൾ ഏകദേശം ഒരു 1/4 കപ്പ് ആയിക്കോളും. അപ്പോൾ ഇത്രയും ചേർക്കുക ആദ്യം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ള് ഉപ്പ്, ഇത്രയും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കണം. അരിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് തരിയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിക്കളയാം കേട്ടോ. ഗോതമ്പ് പൊടി ആകുമ്പോൾ ചിലപ്പോൾ തരിയൊക്കെ ഉണ്ടാവും. ഇനി ഞാൻ 1 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. അതിലൊരു 3/4 ഗ്ലാസ് പാൽ എനിക്ക് വേണ്ടി വന്നുള്ളൂ കേട്ടോ. അപ്പോൾ പാലിന് പകരം സാധാരണ തിളപ്പിച്ചാറിയ ചൂടില്ലാത്ത വെള്ളം ഒഴിച്ചാലും മതി. പാലാകുമ്പോൾ കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവുന്നേ ഉള്ളൂ. അപ്പോൾ ഏതായാലും മതി കേട്ടോ. ഒന്ന് ചേർത്തിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 3/4 ഗ്ലാസ് മതി. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ചേർക്കണ്ട, വേറെ ഏത് ഓയിലായാലും ചേർക്കാം. നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ഉരുക്കിയിട്ട് ചേർത്താലും മതി. അപ്പോൾ വെളിച്ചെണ്ണ ആകുമ്പോൾ ഒരു വെളിച്ചെണ്ണയുടെ മണം വരും. അപ്പോൾ കേക്കിനൊരു രസം ഉണ്ടാവില്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഞാൻ ഇതിലേക്ക് ലാസ്റ്റായിട്ട് 1 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വിനാഗിരി ഇല്ലെങ്കിൽ ലെമൺ ജ്യൂസ് 1 ടീസ്പൂൺ ചേർക്കാം. അപ്പോൾ ഇത് രണ്ടും ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇത് ജസ്റ്റ് മിക്സ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് സ്മെല്ലിന് വേണ്ടിയിട്ട് കുറച്ച് വാനില എസൻസ് ഉണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ അതും സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. അതിന് പ്രത്യേകിച്ച് അങ്ങനെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, നമുക്കൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ നമ്മുടെ കേക്ക് ഉണ്ടാക്കാനുള്ള സ്റ്റീൽ ഗ്ലാസ്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് സൈഡിലൊക്കെ സൺഫ്ലവർ ഓയിൽ ഒന്ന് തടവിയിട്ട് അടിയിലൊരു ബട്ടർ പേപ്പറൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കേക്ക് ഉണ്ടാക്കാനുള്ള ഇഡ്ഡലി പാത്രം നന്നായിട്ട് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അടിയിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കേട്ടോ. ഇതിപ്പോൾ ഒരു 4 ഗ്ലാസ്സിലാണ് ഞാൻ ഒഴിക്കുന്നത്. അത്രയ്ക്ക് തന്നെ ഈ ഒരു ബാറ്റർ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാ നമുക്ക് എല്ലാത്തിലും ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ, എല്ലാ ഗ്ലാസ്സിലും. ഇനി നമ്മൾ സാധാരണ കേക്കിനൊക്കെ ചെയ്യുന്ന പോലെ ഒന്ന് തട്ടി കൊടുക്കുക, ടാപ്പ് ചെയ്തിട്ട്. പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു സ്ക്വയർ വെച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കിയും കൂടെ കൊടുക്കുക. എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതെല്ലാ കേക്ക് ഉണ്ടാക്കുമ്പോഴും അങ്ങനെ ചെയ്യണം. ഇനി നമ്മൾ കേക്ക് ആവിയിൽ വേവിക്കുന്നതുകൊണ്ട് ആ ഒരു ഇഡ്ഡലി പാത്രത്തിൻ്റെ മൂടി ഞാൻ ഇതുപോലൊരു ചെറിയ ടവൽ വെച്ചിട്ട് ഒരു കിച്ചൺ ടവൽ വെച്ച് ഒന്ന് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വെള്ളം വരുമ്പോൾ ആ വെള്ളം ഈ ഒരു ടവലിൽ നിന്നോളും, അതിങ്ങനെ കേക്കിലേക്ക് വരില്ല, അതിനാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ടൈറ്റിൽ കവർ ചെയ്ത് ഒരു റബ്ബർ ബാൻഡോ എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് വെച്ചാണ് നമ്മൾ മൂടുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഗ്ലാസ്സിന് അലുമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്യേണ്ടി വരും. അപ്പോൾ എല്ലാവരെയും അലുമിനിയം ഫോയിലൊന്നും ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതുപോലെ ചെയ്യുന്നത്. വെള്ളമൊക്കെ തിളച്ച് കഴിഞ്ഞിട്ട് ഒരു ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് വേവിച്ചാൽ മതി. അപ്പോൾ ചെറിയ തീയിലിട്ടാൽ മതി, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഇഡ്ഡലിയൊക്കെ വേവിക്കുന്ന പോലെ വേവിച്ചെടുക്കുക. അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് ഒന്ന് തുറന്നിട്ട് കുത്തി നോക്കാം. ഓവറായിട്ട് വേവിക്കരുത്, അപ്പോൾ ചിലപ്പോൾ കേക്ക് ഇങ്ങനെ വിണ്ട് വരും. പാകത്തിന് വേവാകുമ്പോൾ തന്നെ കറക്റ്റായിട്ട് എടുക്കണേ. ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്കിതേ നമ്മുടെ കേക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കുമ്പോൾ പുറത്തേക്ക് എടുക്കാം. ഇതാ ഇപ്പോൾ നമ്മുടെ കേക്ക് ഇതുപോലെയാണ് ഉള്ളത്. ഇനി നമുക്കിത് പുറത്തേക്ക് എടുക്കണം. ഇനി നിങ്ങൾക്ക് ആവിയിൽ വേവിക്കേണ്ടതെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ഡ്രൈ ആയിട്ട് ബേക്ക് ചെയ്യില്ല, അതേ രീതിയിലായാലും വേവിച്ചെടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യുക. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റാണ്, നല്ല കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട്. മുട്ടയൊന്നും ഇല്ലാണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പാല് വേണ്ടെങ്കിൽ പാലും നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, എന്നാലും കറക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ ഒരുപാട് കേക്കിൻ്റെ റെസിപ്പീസ് നമ്മുടെ ചാനലുണ്ട്. എല്ലാം ഒന്ന് സെർച്ച് ചെയ്തിട്ട് കണ്ടു
കണ്ടു നോക്കാം കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ടിപ്സൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ടിപ്സ് ഞാൻ പ്രാർത്ഥനാസ് വേൾഡ് എന്നുള്ള ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും അങ്ങോട്ടും കൂടി വരണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക്